ശ്രീ ജയകുമാർ, നമ്മുടെ നാട് ഭരണഘടനാ സ്ഥാപനമാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. നമ്മുടെ നാടിൻ്റെ പണമാണ് അവർ ഉപയോഗിക്കുന്നത് അവരുടെ സൗകര്യങ്ങൾക്ക്. അത് ഉപയോഗിച്ചുകൊണ്ടാണ് ഈ 22,000 ഉദ്യോഗസ്ഥരുടെ വോട്ടവകാശം ഇല്ലാതാക്കുന്നത്. ആ അവകാശം അനുവദിക്കാൻ കോടതി ഇടപെട്ടിട്ട് പോലും അവർക്ക് പിടിവാശി. ശ്രീ ചവറ ജയകുമാർ. ബഹുമാനപ്പെട്ട ജസ്റ്റിസ് ശ്രീ കെ ബി ജയകുമാർ, അദ്ദേഹം അതിരൂക്ഷമായിട്ടാണ് ഈ വിഷയത്തിൽ ഹൈക്കോടതിയുടെ അഭിപ്രായം രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഇവിടെ തെരഞ്ഞെടുപ്പ് ജോലികളിൽ നിയോഗിക്കപ്പെട്ട ആളുകൾക്ക് വോട്ടവകാശം നിഷേധിച്ചിരിക്കുന്നു. ഇതിനപ്പുറത്ത് ഈ പ്രബുദ്ധരായിട്ടുള്ള അല്ലെങ്കിൽ വോട്ടർമാരുടെ ഇടയിൽ എന്ത് സന്ദേശമാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന് കൊടുക്കാനുള്ളത്? ഒരാളിന്റെയും വോട്ട് നഷ്ടപ്പെടുത്തില്ല, റീലെടുക്കുന്നു, എന്തെല്ലാം പറഞ്ഞാൽ ലഡു വിതരണം ചെയ്യുന്നു, പായസം കൊടുക്കുന്നു, വോട്ട് ചെയ്തവരെ എന്തെല്ലാം തരത്തിൽ ജോലിക്ക് കന്നി വോട്ടുകാർക്ക് ഹൽവ കൊടുക്കുന്നു, ആലുവ കൊടുക്കുന്നു, എന്തൊക്കെ പുകിലായിരുന്നു. മലപ്പുറം കത്തി അമ്പും വില്ലും. എന്നിട്ടിപ്പോ ആ ജോലി ചെയ്യാൻ നിയോഗിക്കപ്പെട്ട ആളുകൾക്ക് വോട്ടവകാശം അവർ കോടതി വരാന്ത കയറി ഇറങ്ങുന്നു. അവിടെ എഴുതി കൊടുക്കുന്നു, ഞങ്ങൾക്കൊന്നും ചെയ്യാനില്ല, കൈമലർത്തി കാണിക്കുന്നു. ഇതാണോ മുഖ്യ തെരഞ്ഞെടുപ്പ്? കേരളത്തിലെ ചീഫ് ഇലക്ടറൽ ഓഫീസർ ഇതിന് ഉത്തരവാദികളായിട്ടുള്ള ബാലറ്റ് റിലീസ് ചെയ്യോ എന്ന് പറഞ്ഞ ജില്ലകളിലുള്ള ഉത്തരവാദിത്തപ്പെട്ട ഇലക്ടറൽ ഓഫീസർമാർ അവരൊക്കെ എന്താണ് ചെയ്തത്? P-7 ആയിരുന്നു ആദ്യം തീയതി. 7 ദിവസം മുമ്പ് അപേക്ഷിക്കണം, അത് 5 ആക്കി കുറച്ചു. അതിനുശേഷം P-1 ഇലക്ടറൽ ഫെസിലിറ്റേഷൻ സെന്ററിൽ ചെന്നാൽ പിറ്റേ ദിവസം വോട്ട് ചെയ്യാമെന്നാണ് ഇവിടുത്തെ ചീഫ് ഇലക്ടറൽ ഓഫീസർ എന്നോട് പറഞ്ഞത്. നിവേദനം നൽകാനെത്തി തലേ ദിവസം അത് അതിരൂക്ഷമാണ് എന്ന് പറഞ്ഞപ്പോൾ ഒരാൾക്ക് പോലും വോട്ട് ചെയ്യാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടാകില്ല എന്നും അതൊരു വെല്ലുവിളിയായിട്ടാണെന്ന് പറഞ്ഞത് അദ്ദേഹം ജില്ലകളിലുള്ള ഭരണാധികാരികളെ, ജില്ലാ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരെ, അവരുടെ റിപ്പോർട്ട് അല്ലെങ്കിൽ അവരെ തെറ്റിദ്ധരിപ്പിച്ചത് ആരാണോ എന്നറിയില്ല, അവരുടെ അന്ധമായി അതിൽ വിശ്വസിക്കുകയും ഈ പ്രായോഗിക തലത്തിൽ ഇത് പരാജയപ്പെട്ടു പോകും എന്ന് ഏതൊരു കൊച്ചുകുഞ്ഞിനും തിരിച്ചറിവുണ്ടായിട്ടും നിസ്സംഗതയോടെ പെരുമാറി. അതിനുശേഷം ഇതിന് തീയതി നീട്ടിക്കൊടുക്കാൻ തയ്യാറാകുന്നില്ല. ഇവർക്ക് വോട്ട അവകാശം നിഷേധിക്കുന്നു, ബോധപൂർവ്വം നിഷേധിക്കുന്നു. ഇത് ആർക്കെങ്കിലും വേണ്ടിയുള്ള ഒത്തുകളിയാണോ? ഇത്തരത്തിൽ 10,000-20,000 പേരെ നിർണായകമായ ഒരു തെരഞ്ഞെടുപ്പ് നടക്കുന്നു സംസ്ഥാനത്ത്, അവിടെ വോട്ടവകാശം നിഷേധിക്കപ്പെടുന്നു. ഈ മേഖലയിലൊക്കെ ഉള്ള ആളുകളുടെ അസംതൃപ്തിയുള്ള ആളുകളുണ്ട്. സർക്കാർ ജീവനക്കാരും അധ്യാപകരും തെരഞ്ഞെടുപ്പ് ജോലിയിലുള്ള സാധാരണക്കാരായിട്ടുള്ള ആളുകൾ, അവർക്ക് വോട്ടവകാശം നിഷേധിക്കാൻ ആർക്കാണ് അതിന് കഴിയുക എന്നുള്ളതൊരു വലിയ ചോദ്യമായി സമൂഹത്തിൽ. അതിന് കോടതി കയറി ഇറങ്ങുക, അതിന് ഉദ്യോഗസ്ഥർ തെരഞ്ഞെടുപ്പ് ജോലിക്ക് ശേഷം വന്ന് വലിയ ബുദ്ധിമുട്ടിയതിനു ശേഷം അവരതിന് കോടതി നടപടികളുമായിട്ട് പോവുക, അതൊരു പോരാട്ടം നടത്തേണ്ട വിഷയം തന്നെയാണ്. വോട്ടവകാശം നിഷേധിക്കപ്പെടുക എന്ന് പറയുന്നത് ഈ പരിഷ്കൃത സമൂഹത്തിന് അപമാനമാണ്. അത് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറായാലും അത് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്തെല്ലാം കാര്യങ്ങൾ ഈ രാജ്യത്ത് പരിഹാരമുണ്ടാക്കുന്നു. ഇനിയും സമയമുണ്ടല്ലോ, 2 ദിവസത്തെ കാര്യം കൂടിയേ ഉള്ളൂ. ഇത് ജില്ലകളിൽ ഫെസിലിറ്റേഷൻ സെന്റർ വെച്ച്. ശ്രീ ചവറ ജയകുമാർ, ഇതിപ്പോ അറിയാത്തവരോ അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് വോട്ട് ചെയ്യാത്തവരോ ഒന്നുമല്ല, തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ തന്നെ ഉദ്യോഗസ്ഥരാണ് ഫലത്തിൽ. അതായത് തെരഞ്ഞെടുപ്പ് പ്രക്രിയകൾക്കായി ഡെപ്യൂട്ടി ചെയ്തവർ, അവർ കൃത്യമായി അവർക്ക് അതിൻ്റെ ഐഡൻറ്റിറ്റി ഉണ്ട്. അപ്പോൾ സ്വാഭാവികമായും അവർക്ക് പോസ്റ്റലോട്ട് അനുവദിക്കുകയും അത് വോട്ടെണ്ണലിന് തൊട്ട് മുമ്പ് ഉള്ള മണിക്കൂറുകളിൽ എത്തിയാൽ മതി. കാരണം വളരെ ചുരുങ്ങിയ അളവിലേ ഉള്ളൂ. 22,000 ഉദ്യോഗസ്ഥരുടെ വോട്ടവകാശമാണ് അങ്ങനെ പോകുന്നത്. അപ്പോൾ അത് സ്വാഭാവികമായിരിക്കുകയും ഇനി പോസ്റ്റൽ വോട്ടുകൾ ആദ്യം എണ്ണണമെന്ന് തന്നെ ഇല്ലല്ലോ. അങ്ങനെ ഇങ്ങനൊരു പ്രത്യേക സാഹചര്യത്തിൽ വന്നെത്തിയ പോസ്റ്റൽ വോട്ടുകൾ ആദ്യം എണ്ണുകയും അവസാനം ഇവരുടെ അങ്ങനെ എന്തൊക്കെ ക്രമീകരണങ്ങൾ വരുത്താം. പിടിവാശി, ഇവരെ അനുവദിക്കില്ല. ഇവരുടെ വോട്ടവകാശം ലംഘിക്കാൻ ഇവരാരാണ് ജനാധിപത്യത്തിൻ്റെ പടിക്ക് അടിച്ച് പുറത്താക്കേണ്ടേ ഇവരെ? ഒരു പൗരൻ്റെ വോട്ടവകാശം ഇല്ലാതാക്കുന്നത് ക്രിമിനൽ കുറ്റമല്ലേ? എന്നിട്ട് ഇതിനൊക്കെ ഉത്തരവാദിത്തപ്പെട്ടവർ തന്നെ ഇത് ചെയ്യുന്നു. ജയകുമാർ, ഇത് കേരളമായതുകൊണ്ട് ചോദിക്കുന്നു, മറ്റുള്ള സംസ്ഥാനങ്ങളിലാണെങ്കിൽ ഇതങ്ങ് കടന്നു പോകും. ജനാധിപത്യ സംവിധാനങ്ങളെ അട്ടിമറിക്കാൻ ഇങ്ങനെ ശ്രമിക്കുന്ന ആളുകൾ ഇപ്പോൾ ഉദ്യോഗസ്ഥരും മറ്റു കാര്യങ്ങളും ഓരോ സംസ്ഥാനങ്ങളിൽ നമ്മൾ കണ്ടുവരികയാണ്. ഓരോരുത്തരുടെ ചട്ടുകങ്ങളായി മാറുന്നു, ഏത് കരിനിയമങ്ങളും നടപ്പിലാക്കുന്നു, എന്നിട്ട് അതിനെല്ലാം കൈമലർത്തി കാണിക്കുന്നു.
ഇത് രാജ്യവ്യാപകമായി ഉണ്ടായിട്ടുള്ള ഒരു പുതിയ പ്രതിഭാസമാണ്. ഇത് കേരളത്തിലും കടന്നുകൊണ്ടിരിക്കുന്നു. അപ്പൊ അതിനെതിരെയുള്ള ശക്തമായ പോരാട്ടമാണ് ജീവനക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. വോട്ടവകാശം ആരുടെയെങ്കിലും ഇവിടുത്തെ അട്ടിപ്പേർ അവകാശമല്ല, ആരെങ്കിലും അനുവദിച്ചു തരേണ്ടത് അല്ല. അത് ജനപ്രാതിനിധ്യ നിയമമായാലും ഇവിടുത്തെ ഒരു പൗരൻ വോട്ട് രേഖപ്പെടുത്തുവാനുള്ള അവകാശം അവർ സർക്കാർ ഉദ്യോഗസ്ഥരായിപ്പോയി സർക്കാരിന്റെ ടൂൾ എന്ന നിലയിൽ അവർ ജോലികളിൽ വ്യാപൃതരായി. അപ്പോൾ അവർക്ക് അവിടെ വോട്ട് ചെയ്യാനുള്ള സാഹചര്യം ഒരുക്കേണ്ടത് സർക്കാരും അതുമായി ബന്ധപ്പെട്ട തെരഞ്ഞെടുപ്പ് കമ്മീഷനും ഉറപ്പുവരുത്തേണ്ട കാര്യമാണ്. അപ്പൊ ഇതൊരു സംവിധാനം തന്നെ താറുമാറിലാകുന്നു. ഇപ്പൊ ഇതിന്റെ നടത്തിപ്പുകാർക്ക് എങ്ങനെ ബാക്കിയുള്ള സ്ഥലങ്ങളിൽ സുതാര്യത ഉറപ്പുവരുത്താൻ കഴിയും? നാളുകളിൽ ഇവരോട് ചോദിക്കുമ്പോൾ നിങ്ങളുടെ ജോലിക്ക് നിൽക്കുന്ന ആളുകൾക്ക് പോലും വോട്ട് ചെയ്യാനുള്ള സാഹചര്യം ഒരുക്കാൻ കഴിയാത്ത സംവിധാനമാണ് ഇത്, പരാജയപ്പെട്ട സംവിധാനമാണ് എന്ന് പറഞ്ഞാൽ നമ്മുടെ രാജ്യത്തിനും അതുപോലെ തന്നെ സംസ്ഥാനത്തിനും എല്ലാം അപമാനകരമാണ്. ഒന്നും ചെയ്യാൻ കഴിയില്ല എന്ന് പറയുന്നത് ഏതെങ്കിലും കാര്യമുണ്ടോ? എന്തെല്ലാം 24 മണിക്കൂറിന് മുമ്പ് പോലും ഇതിന് പരിഹാരം ഉണ്ടാക്കാൻ കഴിയും. കോടതി വ്യവഹാരത്തിനും എല്ലാം പോയി ഇത്തരത്തിൽ എഴുതി കൊടുത്ത് സ്വയം അപഹാസ്യരാകുന്നതിൽ എത്രയോ നല്ലതാണ് അതിന്റെ പരിഹാര മാർഗം തേടുക. അത് നേടാൻ കഴിയാത്ത കാര്യമല്ലോ ഇതിലുണ്ടോ? റിലീസ് ചെയ്തിട്ടുള്ള ബാലറ്റ് എത്രയും പെട്ടെന്ന് ആളുകളുടെ കയ്യിലെത്തിക്കുകയും അവർക്ക് അതേ ദിവസം തന്നെ അടുത്ത ദിവസം തന്നെ അല്ലെങ്കിൽ നീട്ടിക്കൊടുത്താൽ നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ വോട്ടെണ്ണുന്നതിന്റെ ആദ്യ റൗണ്ടിൽ തൊട്ട് പോസ്റ്റൽ ബാലറ്റ് ആദ്യം എണ്ണിക്കൊള്ളണമെന്നൊന്നും കർശന നിയമമില്ല. അതൊരു കീഴ്വഴക്കം മാത്രമാണ്. ശ്രീ ചവറ ജയകുമാർ, ഏറ്റവും പ്രധാനപ്പെട്ടത് ഇപ്പോൾ NGO യൂണിയൻ അടക്കം ഇത്തരത്തിലൊരു ഹർജിക്കാരായി അവിടെ എത്തുകയും ഇങ്ങനെ പോരാടുകയും ചെയ്യുകയാണ്. കേരളമായതുകൊണ്ട് ഞാൻ പറഞ്ഞതുപോലെ ഇത്തരത്തിലൊരു പോരാട്ടം അവിടെ സാധ്യമായി. ബാക്കിയുള്ളിടത്തൊക്കെ ആണെങ്കിൽ ഇത് അങ്ങ് പട്ടുപോവുകയുള്ളൂ. അപ്പോൾ ഇതിപ്പോൾ ഒരുപക്ഷെ കോടതിക്ക് ഇടപെടുന്നതിന് പല വിധത്തിലുമുള്ള പരിമിതികളുണ്ട് എന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തന്നെ പറയുന്നുണ്ട്, അവരുടെ അഭിഭാഷകൻ വഴി. അപ്പോൾ അതൊക്കെ ഒരു ആനുകൂല്യമാക്കി ഇങ്ങനെ നീങ്ങിയാൽ കോടതിയിൽ നിന്ന് മറ്റൊരു വിധി, ജീവനക്കാരുടെ അവകാശം സംരക്ഷിക്കുന്ന പൂർണ്ണമായൊരു വിധി കോടതിയിൽ നിന്ന് ഉണ്ടായില്ലെങ്കിൽ എന്താകും അടുത്ത തീരുമാനം? രാഷ്ട്രീയമായി തന്നെ ഇതിനെതിരായ ഒരു പോരാട്ടം ഉണ്ടാകുമോ ജീവനക്കാരുടെ ഒക്കെ ഭാഗത്ത് നിന്ന്? കാരണം അത് യൂണിയൻ ആയാലും അസോസിയേഷൻ ആയാലും എല്ലാം. തീർച്ചയായിട്ടും അത്തരത്തിൽ ഉണ്ടാകണമല്ലോ. കാരണം ഇവിടെ തെരഞ്ഞെടുപ്പ് സംസ്ഥാനത്തെ ചീഫ് ഇലക്ടറൽ ഓഫീസർ കേരളം അദ്ദേഹം പറഞ്ഞത് ഇതിനെ എന്തെങ്കിലും ഒരു തീരുമാനം എടുക്കേണ്ടത് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. അവർക്കേ പറ്റൂ. അത്തരത്തിലുള്ള ഒരു ഡിസ്ക്രിഷണറി പവർ അവർക്ക് മാത്രമേ ഉള്ളൂ, അവരാണ് എടുക്കേണ്ടതെന്നാണ് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പം കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനും കൈമലർത്തി കാണിക്കുന്ന സാഹചര്യത്തിൽ പിന്നെ ഇതിനെതിരെയുള്ള വലിയൊരു പോരാട്ടം തന്നെ നടത്തേണ്ടിയിരിക്കുന്നു. അതിനെ ശക്തമായി ജനാധിപത്യ വിശ്വാസികളായിട്ടുള്ള ജീവനക്കാരുടെ എല്ലാ സംഘടനകളെയും എല്ലാം കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് ഒറ്റക്കെട്ടായി അക്കാര്യത്തിൽ സമരപരിപാടികളല്ലല്ലോ, ഇതിനുണ്ടായ സാങ്കേതിക പ്രശ്നം, അതിന് വീഴ്ച വരുത്തിയ ഉദ്യോഗസ്ഥന്മാർ, അങ്ങനെയുള്ള ആ വീഴ്ചക്കെതിരെയുള്ള പോരാട്ടം നടത്തുമ്പോൾ തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ആവർത്തിക്കില്ല, ഇതിന് പരിഹാരം ഉണ്ടാകും.